ഈ ആഴ്ചത്തെ ഏറ്റവും അവസാനത്തെ ചാലഞ്ച് ടാസ്ക് ക്യാപ്റ്റൻസി ടാസ്ക് ബിഗ് ബോസ് ഇപ്പോൾ അവർക്ക് കൊടുത്തില്ല. ഇതില് രസകരമായ ഒരു ടാസ്ക് ആണ്. അതിലുപരി നമ്മൾ ഈ ബഫേ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ പറയാറില്ലേ, ഇവിടെ വരുമ്പോൾ വയറ് വാടകയ്ക്ക് എടുത്ത് വരണമെന്ന്, ആ രീതിയിലുള്ള ഒരു ടാസ്ക്. ഓരോരുത്തരായിട്ട് ബോട്ടിൽ ഫ്ലിപ്പിംഗ് ചെയ്യണം. എന്നിട്ട് ബോട്ടിൽ നേരെ നിന്നാൽ അയാൾക്ക് പോയി ഇഷ്ടമുള്ള ഒരു ഫുഡ് ഐറ്റം എടുത്ത് മൊത്തം കഴിക്കാം. അവർ ആക്രാന്തം കണ്ട് സത്യം പറഞ്ഞ എന്റെ കിളി പോയി. 10-25 ദിവസം ഒന്നും കിട്ടാതിരുന്നതിന്റെ എല്ലാ ആവേശവും ഞാൻ എല്ലാവരിലും കണ്ടു. ജിൻഡോ ഒക്കെ ഗുലാബ് ജാമുന്റെ ഒരു ബൗളിലെ ഷുഗർ സിറപ്പ് മറ്റേ കഞ്ഞിവെള്ളം കുടിക്കുന്ന പോലെയാണ് കുടിച്ചു തീർത്തത്. എന്നിട്ട് വടിച്ച് നക്കിയത് മൊത്തം. ഋഷിയൊക്കെ ഒരു സാൻഡ്വിച്ച് വെറും 1 മിനിറ്റ് കൊണ്ട് തിന്നു തീർത്തു. എല്ലാവരും അതേപോലെ ഭീകര പോളിംഗ് ആയിരുന്നു. ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യുന്നു, അടിക്കുന്നു, പോയി ഫുഡ് അടിക്കുന്നു. ജാൻമണി, ശ്രീതു എല്ലാവരും അതെ. ഇതിലെ ഗബ്രി ഒരു കള്ളത്തരം ചെയ്തതായിട്ട് എന്റെ ശ്രദ്ധയിൽ പെട്ടു. അത് ഞാൻ പറയാം. ടേബിളിന്റെ അതേ ലെവലിൽ വെച്ചിട്ട് നമുക്ക് ഫ്ലിപ്പ് ചെയ്യാം, അത് വീഴും, പ്രോപ്പറായിട്ട് വീഴും. അല്ലെങ്കിൽ ടേബിളിന്റെ ലെവലിൽ നിന്നും കുറച്ച് ലെവൽ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഫ്ലിപ്പ് ചെയ്യാം, അപ്സരയൊക്കെ ചെയ്ത പോലെ. പക്ഷെ ടേബിളിന്റെ ലെവലിൽ നിന്നും താഴോട്ട് കൊണ്ടുപോയി ഫ്ലിപ്പ് ചെയ്താൽ അത് നേരെ നിൽക്കാൻ ചാൻസ് കൂടുതലാണ്. ഗബ്രി ചെയ്തത് കണ്ടില്ലേ, ടേബിളിന്റെ താഴേന്ന് ഫ്ലിപ്പ് ചെയ്ത് അത് നേരെ നിന്നു. അത് ബിഗ് ബോസിന്റെ ശ്രദ്ധയിലും പെട്ട് കാണും ഗബ്രി ചെയ്ത കള്ളത്തരം. അപ്പൊ തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് എല്ലാവരും ബോട്ടിലുകൾ കൃത്യമായി ഫ്ലിപ്പ് ചെയ്യണം എന്ന. വേറുള്ള ആരും ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. ഗബ്രി മാത്രമാണ് ഈ പരിപാടി കാണിച്ചത്. അപ്സരയൊക്കെ പ്രോപ്പറായിട്ട് ഫ്ലിപ്പ് ചെയ്തു. ടേബിളിന്റെ മുകളിൽ നിന്നുമാണ് അപ്സരയൊക്കെ ഫ്ലിപ്പ് ചെയ്തത്. എന്നിട്ട് അത് നേരെ നിന്നു. ഗബ്രി ചെയ്തത് ഒരു നല്ല കള്ളത്തരം തന്നെയാണ്. എന്തായാലും പോട്ടെ, അവിടെയുള്ള ആരും ഗബ്രി ചെയ്തത് കണ്ടില്ല. ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഗബ്രി അടിച്ച് ഭിത്തിയെ കയറ്റിയാനെ, അത് വേറെ കാര്യം. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.